ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ വളരെ രസകരമായിട്ടുള്ള നിഫ്റ്റിയുടെ ജൈത്ര യാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം ഒരു 30 വർഷത്തിന് മുകളിലുള്ള നിഫ്റ്റിയുടെ യാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 1990 നമ്മൾ ഈ യാത്ര തുടങ്ങുന്നു. അപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ ആണ് ഇവിടെ കാണുന്നത്. ഇത് 480 കേട്ടോ. ഈ 480 എന്ന് പറയുന്ന ഹൈ 1990 ഒക്ടോബർ മാസത്തിലാണ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു കറക്ഷൻ മാർക്കറ്റിൽ വരികയും ഈ ഹൈ പിന്നീട് ബ്രേക്ക് ചെയ്യുന്നത് 1991 ജൂലൈയിലാണ്. ഏകദേശം 10 മാസത്തോളം എടുത്തിട്ടാണ് ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. 480 എന്ന് പറയുന്ന പോയിൻ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം വളരെ വലിയ ഒരു റാലിയാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. 1280 വരെ മാർക്കറ്റ് പോവുകയുണ്ടായി. അതായത് ഡബിളിന് മുകളിൽ. 1992 ഏപ്രിൽ മാസത്തിലാണ് മാർക്കറ്റ് ഇങ്ങനെ അതിൻ്റെ ഹൈയിൽ നിന്ന് ഡബിളിന് മുകളിലേക്ക് പോകുന്നത്. അതിനുശേഷം ഒരു 50% ഒരു കറക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഓരോ ക്യാൻഡിലുകളും ഓരോ മാസമാണ് കേട്ടോ, മന്ത്ലി ക്യാൻഡിലാണിത്. 1280 എന്ന് പറയുന്ന ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പോയിരിക്കുന്ന ലോ എന്ന് പറയുന്നത് 600 അതായത് 50% മുകളിൽ കറക്ഷൻ. ഇപ്പോഴത്തെ ലെവലിൽ 26,000 എന്ന് പറയുന്ന ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യുകയുണ്ടായല്ലേ. ഇവിടുന്ന് 50% കറക്ഷൻ വരണമെങ്കിൽ മാർക്കറ്റ് 13,000 പോകണം. ഇതിന് ശേഷം ചരിത്രത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ നിഫ്റ്റി 50 ഇൻഡെക്സ് 50% മുകളിൽ കറക്ഷൻ നേരിട്ടിട്ടുള്ളൂ. ഓർക്കുക, നമ്മൾ സംസാരിക്കുന്നത് 1993 ഇപ്പോൾ 2025. ഈ 30 വർഷത്തിന് മുകളിൽ 50% മുകളിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്തത് 2 പ്രാവശ്യം മാത്രമാണ്. ഈവൻ കൊറോണ ടൈമിൽ പോലും മാർക്കറ്റ് 50% കറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, മാർക്കറ്റിൽ കറക്ഷൻ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ ഇല്ലാതെ പോകാൻ പറ്റില്ല. ഈ കറക്ഷനെ അതിജീവിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യവുമല്ല. ഇപ്പോൾ മാർക്കറ്റ് വളരെ ചെറിയ ഒരു പേഴ്സൻറ്റേജ് 14-13% താഴെ പോയപ്പോൾ തന്നെ ആൾക്കാർ പാനിക്കായി. എന്നാൽ അറിയുക, ഓർക്കുക, ചരിത്രത്തിൽ ഇതിനു മുമ്പ് മാർക്കറ്റിൽ ഇതിലും വലിയ കറക്ഷനിലേക്ക് പോയിട്ടുണ്ട്. എത്ര ശക്തമായ കറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുന്നു, അവിടുന്ന് തിരിച്ച് കയറുക എന്ന് പറയുന്നതും വളരെ ശക്തമായിരിക്കും. അതിനൊരു റീസണുണ്ട്. വീഡിയോ മുന്നോട്ട് പോകുന്തോറും ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒരു കഥ രൂപത്തിൽ പറയാം. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ആ ജേണി, ആ പോക്ക് നമുക്കൊന്ന് ആസ്വദിക്കാം. മാർക്കറ്റ് വീണ്ടും ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ബ്രേക്ക് ചെയ്തു, വീണ്ടും ഒന്നുകൂടി ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, ബ്രേക്ക് ചെയ്തു, പക്ഷേ സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകുന്നു. പിന്നെ ഒരുപാട് വർഷക്കാലം മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. ഇവിടെയൊക്കെ ലോ ക്രിയേറ്റ് ചെയ്യുന്നതും ഡബിൾ ബോട്ടവും ട്രിപ്പിൾ ബോട്ടവും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് മാർക്കറ്റിൽ ലോ കട്ട് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാറുള്ളത്. ഈ ഒരു കറക്ഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഓരോ സ്ട്രാറ്റജികൾ 500 പോയിൻ്റ് ഇടിയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് ലോ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കുറച്ചങ്ങ് താഴേക്ക് പോകും അല്ലേ, ആ സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ മാർക്കറ്റ് കറക്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് എന്ന് ചരിത്രം പറയുന്നു. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് താഴേക്ക് പോകുന്നതും വർഷങ്ങളോളം മാർക്കറ്റ് താഴെ ലെവലുകളിൽ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുന്നത് ഏകദേശം 2000 നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്ത് 1990 ആ ഒരു സമയത്ത് മാർക്കറ്റിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് 300 താഴെയായിരുന്നു. നിഫ്റ്റി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് 100 പോയിൻറ്റിലാണ്. ആ ഒരു ഡേറ്റ കിട്ടാത്തതുകൊണ്ടാണ്, ഇവിടം വരെയുള്ള ഡേറ്റ എനിക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ അത് കഴിഞ്ഞിട്ടുള്ള ഈ ജേർണി കാണുന്നത്. എന്നാൽ 2000 ആകുമ്പോൾ മാർക്കറ്റ് 1800 മൂവ് ചെയ്യുന്നുണ്ട്. അതായത് 10 വർഷം കൊണ്ട് ഒരുപാട് ഇരട്ടി. നമുക്ക് 300 വെച്ച് തന്നെ കൂട്ടാം, 6 ഇരട്ടിയാണ്. ഇങ്ങനെ മാർക്കറ്റ് വർഷങ്ങളോളം സൈഡ് വേസ് നടന്നിട്ടും മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. 300 × 6 1800. 1800 മാർക്കറ്റ് പോയതിന് ശേഷം വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്നു.
അത് അത്ര ഇപ്പോഴൊക്കെ കാണുന്ന പോലെ ചെറിയ കറക്ഷനല്ല. ഇപ്പോഴാണ് നമ്മൾ ഈ 10% 15% ഒക്കെ കറക്ഷൻ കാണുമ്പോഴത്തേനും നമ്മൾ പേടിച്ചു പോകുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 1800 നിന്ന് മാർക്കറ്റ് 50% മുകളിൽ കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏകദേശം 850 വരെ മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. ഇതുപോലുള്ള കറക്ഷൻസൊക്കെ നമുക്ക് അന്നത്തെ കാലത്തേ കാണാനുള്ളൂ. ഇപ്പോൾ ഇതേപോലത്തെ കറക്ഷൻ ഒന്നും കാണാനില്ല. അപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലോകളിലും അതിൻ്റെ അടുത്തുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഹ്യൂജായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കും. ഇതിന് ശേഷം മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്യുന്നത് 2003 ഡിസംബറിലാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസേ ഉള്ളൂ. ഇൻ്റർനെറ്റോ കാര്യങ്ങളോ ഒന്നും ജനങ്ങൾ ഉപയോഗിക്കുന്ന പോലുമില്ല. മ്യൂച്വൽ ഫണ്ടുകളൊന്നും കേൾവി പോലുമില്ല. ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഒട്ടുമില്ല. ഇന്നത്തെ പോലെ ഡിജിറ്റലായിട്ടല്ല ട്രേഡ് ചെയ്യുന്നത്. ഷെയറുകളൊക്കെ പേപ്പറിൽ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ബ്രോക്കിംഗ് ഫേമിൽ പോയിട്ട് നേരിട്ട് വാങ്ങിക്കണം. അതുകൊണ്ട് തന്നെ കറക്ഷൻസും മറ്റും വരുമ്പോൾ അത് ഒന്ന് പിടിച്ചു നിർത്താൻ പോലും ഗവൺമെൻറ്റിന് അന്നത്തെ കാലത്ത് കഴിഞ്ഞിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കഥ മാറി. വലിയ കറക്ഷൻസിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിനെ ഉയർത്താനായിട്ടുള്ള പ്രോജക്റ്റുകൾ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അഭിമാന ഇൻഡെക്സാണ്. ലൈഫ് ടൈം അത് താഴ്ന്നു നിൽക്കാൻ ഇന്ത്യക്കാർ സമ്മതിക്കില്ല. നമ്മുടെ ഗവൺമെൻറ്റും സമ്മതിക്കില്ല. 10-20% കറക്ഷൻസ് ആവാം. അത് സ്വാഭാവികമായ കറക്ഷൻസാണ്. ഇതുപോലുള്ള കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ശക്തമായിട്ട് മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൽ പലരും ഈ ഒരു സമയത്ത് പാനിക്കാണ്. അവരോട് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഉപദേശിക്കുമ്പോൾ പോലും പലരും ചിലപ്പോൾ ഫുള്ളി എമൗണ്ട് ഇൻവെസ്റ്റഡ് ആയിരിക്കാം. അങ്ങനെയുള്ളവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഹോൾഡ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ വലിയ റിട്ടേൺസിലേക്ക് പിന്നീട് പോകുന്നത് നമുക്ക് ഹിസ്റ്റോറിക്കലി മാർക്കറ്റിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്കുകളിലൊക്കെ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ സമയങ്ങളിൽ മ്യൂച്വൽ ഫണ്ടുകളിലും ETF-കളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ അഭികാമ്യം. സ്വർണം പോലെയുള്ള പ്രീഷ്യസ് മെറ്റലുകളിലും ഇപ്പോൾ സ്വർണവും വെള്ളിയും കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളും അവൈലബിൾ ആണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക നേട്ടമുണ്ട്. SIP രീതിയിലാണ് അത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വളരെയധികം ഇടിഞ്ഞിരിക്കുമ്പോൾ ലംസമായിട്ട് ചെയ്യാം. ഇപ്പോൾ ഇടിഞ്ഞിരിക്കുകയല്ല. ഗോൾഡൊക്കെ അതിൻ്റെ എവർ ഹൈ പ്രൈസിലാണ്. സിൽവർ എവർ ഹൈയുടെ അടുത്താണ് നിൽക്കുന്നത്. ഗോൾഡ് പ്ലസ് സിൽവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നല്ല സ്ട്രാറ്റജിയാണ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു മ്യൂച്വൽ ഫണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അസറ്റ് പ്ലസ്സിൽ ഒരു അക്കൗണ്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സജഷൻസും മറ്റും തരാനായിട്ട് സാധിക്കും. അത് ഒൺലി നമ്മുടെ കസ്റ്റമേഴ്സിന് മാത്രം പ്രൊവൈഡ് ചെയ്യാനുള്ള പെർമിഷനാണ് ഉള്ളത്. അക്കൗണ്ട് എടുക്കുന്ന ആളുകൾ വാട്സപ്പിലൂടെ എന്നെ അതൊന്ന് അറിയിക്കുക. ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ ഫണ്ടിൽ അക്കൗണ്ട് എടുക്കുക. അവിടെ ETF-ലും സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് ട്രേഡുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു സമയത്ത് സ്റ്റോക്കുകൾ വാങ്ങുന്നത് അത്ര നല്ലതല്ല. സെലക്റ്റഡ് ആയിട്ടുള്ള ETF-കൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുക. ഗ്ലോബലി ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുക. ഡിപ്പുകൾ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ സാധിക്കുന്നവർക്ക് അത് കൂട്ടാവുന്നതാണ്. പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വളരെ നല്ല അവസരമാണ്. കാരണം അവർ നല്ലൊരു ലോയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനടക്കം കഴിഞ്ഞ മാസവും ഈ മാസവും അതിൻ്റെ മുന്നത്തെ മാസവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ മാർക്കറ്റ് താഴേക്ക് വരികയാണ്. എക്സാക്റ്റ് ലോ ഏതാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പുതിയതായിട്ട് വരുന്നവർ ഇത്രയും ലോയിലാണ് അവർക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ലക്കാണ്. ഈ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷവും മാർക്കറ്റ് കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 2024 ജനുവരിയിൽ മാർക്കറ്റ് 2014 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ വർഷം മെയ് മാസത്തിൽ, അതായത് ഒരു 4 മാസം കൂടി കഴിയുമ്പോൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ എന്ന് പറയുന്നത് 1292 ഏകദേശം 700 പോയിൻറ്റിൻ്റെ കറക്ഷൻ വരുന്നുണ്ട്. അതിനുശേഷം ജൂൺ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റാലി അതൊരു വലിയ റാലിയായിരുന്നു. അതിനെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കൊടുമുടിയിലെത്തിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു. ആ റാലിയുടെ ഹൈ എന്ന് പറയുന്നത് 6357 അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 2008 ജനുവരിയിലാണ്.
അതായത് 2003 പകുതിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ജേണി, ഏതാണ്ട് 1000-1500 പോയിന്റിൽ വച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ജേണി പിന്നീട് നിൽക്കുന്നത് ഒരുപാട് വർഷം കഴിഞ്ഞ് 2008-ലാണ്. 5 വർഷത്തോളമുള്ള വലിയ റാലി. ഹൈ വെച്ച് നോക്കിയാൽ പോലും, അതായത് പ്രീവിയസ് ഹൈയുടെ അവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും 3 ഇരട്ടി മാർക്കറ്റ് വളർന്നു. അതിനുശേഷമാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രാഷ് ഉണ്ടാകുന്നത്. 60% മാർക്കറ്റ് ഇടിഞ്ഞ ആ ക്രാഷ് 2008 ജനുവരിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആയിരുന്നു 6357. അവിടെ നിന്ന് ഒക്ടോബർ മാസം വരെ മാർക്കറ്റ് ഡൗൺ പോവുകയുണ്ടായി. ആ മാസം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ എന്ന് പറയുന്നത് 2252. ഏകദേശം 4000 പോയിൻറ്റിൻ്റെ ഫാളാണ് ആ സമയത്ത് മാർക്കറ്റിലുണ്ടായത്. 10 മാസം കണ്ടിന്യൂസ് ഡൗൺ. നമ്മുടെ ഈ ഒരു കറക്ഷൻ അത്രയൊന്നും ആയിട്ടില്ല. ഈ സമയത്തായിരുന്നു അതുപോലൊരു കറക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. 2008 ജനുവരി മാസം ക്രിയേറ്റ് ചെയ്ത 6357 എന്ന് പറയുന്ന ഹൈ പിന്നീട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് 2014 മാർച്ചിലാണ്. 6 വർഷത്തിന് ശേഷം. അത്രയും നാൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത് വളരെ വലിയൊരു റിട്ടേൺ ആണ്. 2014 ബ്രേക്ക് ഔട്ടിന് ശേഷം ഹ്യൂജ് റാലിയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷവും മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും അത്രയും നാൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അമേസിംഗ് ആയിട്ടുള്ള റിട്ടേൺ ആണ് മാർക്കറ്റ് നൽകുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, എത്രയധികം ക്ഷമയോടുകൂടി ഹോൾഡ് ചെയ്യാൻ തയ്യാറുണ്ടോ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റ് വലിയ റിവാർഡാണ് നൽകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ക്ഷമ മെജോറിറ്റി ഇൻവെസ്റ്റേഴ്സിനും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവർക്ക് അത് ഇല്ലാത്തത് കൊണ്ടാണ് മാർക്കറ്റിൽ വലിയ റാലി നടക്കുമ്പോൾ സെല്ല് ചെയ്ത് മാർക്കറ്റിനെ താഴ്ത്താനായിട്ട് വീക്ക് ഹാൻഡ്സിൻ്റെ കയ്യിൽ ഷെയറുകളോ മറ്റ് ഉപകരണങ്ങളോ ഇല്ലാത്തത്. കാരണം അതിനുള്ളിൽ തന്നെ അവർ പാനിക്കായിട്ട് മിക്കവാറും ലോസിൽ അവരുടെ കയ്യിലുള്ള ഷെയറുകളൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ടാവും. എന്നാൽ ആ സമയത്തും വളരെയധികം ക്ഷമയോടുകൂടി ഹോൾഡ് ചെയ്യുന്ന കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് വലിയ സമ്മാനമാണ് മാർക്കറ്റ് നൽകുന്നത്. 2008 കറക്ഷൻ്റെ മെയിൻ കാരണം ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2007 അമേരിക്കയിലാണ്. US ഹൗസിംഗ് ബബിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതോടുകൂടി ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഗ്ലോബൽ റിസഷനെയാണ്. ലോകത്താകമാനം പിടിമുറുക്കിയ സാമ്പത്തിക മാന്ദ്യം. അമേരിക്കയിലും യൂറോപ്പിലും സ്റ്റാർട്ട് ചെയ്യുന്ന റിസഷൻ ഏഷ്യയുടെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. ഇത് ലോകം മൊത്തമുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇടിവിന് കാരണമായി. ആ സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് വേൾഡ് മാർക്കറ്റ് പാനിക് സെല്ലിങ്ങിനാണ് സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ലോകത്തെമ്പാടും തന്നെ മാസീവ് പാനിക് സെല്ലാണ് ആ സമയത്തുണ്ടായത്. ലിക്വിഡിറ്റി ക്രൈസിസ് വന്നതുകൊണ്ട് തന്നെ ലോകത്താകമാനമുള്ള ബാങ്കുകളിൽ ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി. ഇത് രാജ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള മോണിറ്ററി കണ്ടീഷൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റാതെയായി. പല ബാങ്കുകളും തകർന്നു. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് മാർജിൻ കോൾസ് ഫേസ് ചെയ്തു. പലരും ലീവറേജും മറ്റും എടുത്തിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ളത് അവിടേക്ക് പൈസ അടയ്ക്കേണ്ടതായിട്ട് വന്നു. അതിനുള്ള ക്യാഷ് ഉണ്ടായിരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി സെൽ ഓഫിന് കാരണമായി. അങ്ങനെ വീണ്ടും മാർക്കറ്റ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തി. ഓയിലിൻ്റെയും മെറ്റൽസിൻ്റെയും ഒക്കെ പ്രൈസ് ഡിക്ലൈൻ ചെയ്തത് മാർക്കറ്റിൽ വീണ്ടും സെൽ ഓഫിന് കാരണമായി. സ്വാഭാവികമായും കോർപ്പറേറ്റ് ഏണിങ്സിൽ വലിയ ഇടിവുണ്ടായി. ലോകം മൊത്തമുള്ള മാർക്കറ്റുകളിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിന് ഇത് കാരണമായി. വളരെയധികം ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കമ്പനികൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ആ കമ്പനികളുടെ ഷെയർസ് ഹോൾഡ് ചെയ്തിരുന്ന ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻറ്റ് നഷ്ടമാകാൻ ഇത് കാരണമായി. ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്താനായിട്ട് 2008 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുന്നുണ്ട്. അതോടുകൂടി മാർക്കറ്റിലുള്ള ക്യാഷ് ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നതാണ് കൂടുതൽ ലാഭകരമെന്ന അവസ്ഥ വന്നു. മാർക്കറ്റിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകാനായിട്ട് ഇതും കാരണമായി. അടുത്തത് കറൻസി ഡിപ്രിസിയേഷനാണ്. ഗ്ലോബൽ റിസഷൻ വന്നതോടുകൂടി ഇന്ത്യൻ റുപ്പി വളരെയധികം വീക്കായി. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു സിനാരിയോ. ഇത് ഇപ്പോഴത്തെ മാർക്കറ്റ് അത്ര വലിയ ഒരു സിനാരിയോ അല്ല. കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്ത്യൻ റുപ്പി വീക്കായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്ത്യൻ റുപ്പി വീക്കാകുമ്പോൾ ഫോറിനേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെയും അതിനു മുമ്പുമൊക്കെ ഗ്ലോബലിനെ അപേക്ഷിച്ചിട്ട് ഇന്ത്യൻ റുപ്പി വീക്ക് തന്നെയാണ്. പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടായപ്പോൾ വീക്ക്നെസ് വളരെയധികം കൂടുകയും മാർക്കറ്റിനെ അത് താഴേക്ക് വലിക്കുകയും ചെയ്തു.
അടുത്തത് FISൻ്റെ സെല്ലിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കാര്യം തന്നെ. മാർക്കറ്റിനെ താഴോട്ട് വലിച്ച മറ്റൊരു റീസൺ സൈക്കോളജിയാണ്. ഇങ്ങനെ ആകുമ്പോൾ ആളുകൾ പാനിക്കായിട്ട് മാർക്കറ്റ് തന്നെ തീരും, ഇല്ലാതെയാകും എന്നുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് വരികയും സെല്ലിങ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ അങ്ങനെ ആളുകളുണ്ട്, മാർക്കറ്റ് ഇല്ലാതെയാകുമെന്ന്. ഇപ്പോഴൊന്നും അതുപോലത്തെ വലിയൊരു സംഭവമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ, അന്നത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഗ്ലോബൽ റിസഷനൊന്നും ഇപ്പോൾ ഇല്ല. നമുക്ക് ആൾട്ടർനേറ്റീവ് മാർഗ്ഗങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കൂടുതലാണ്. മ്യൂച്വൽ ഫണ്ട്, ETF പോലെയുള്ളവ ഗ്ലോബൽ മാർക്കറ്റിലും മെറ്റലിലുമൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മെറ്റലിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും ഇടിഞ്ഞിട്ടുമില്ല. അപ്പോൾ അന്നത്തെ അത്രയും വേസ്റ്റ് സിനാരിയോ ഒന്നും ഇന്നില്ല. എന്നാൽ പോലും ഈ സൈക്കോളജി ഇൻവെസ്റ്റേഴ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ 2008 ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മാർക്കറ്റിൽ ആ ഒരു സംഭവമില്ല. കാരണം ഒരുപാട് നാളായിട്ട് ഈ പാർട്ടി തന്നെയാണ് ഇന്ത്യ റൂൾ ചെയ്യുന്നത്. ഈ കഴിഞ്ഞിട്ടുള്ള ഡൽഹി ഇലക്ഷനും ഈ റൂളിംഗ് പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇപ്പോൾ ഇന്ത്യ ഫേസ് ചെയ്യുന്നില്ല. അടുത്ത വാല്യുവേഷൻ കൺസേൺ ആയിരുന്നു. അത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ഹൈ വാല്യുവേഷനിലായിരുന്നു എല്ലാ മാർക്കറ്റുകളും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വാല്യുവേഷൻ കറക്ഷൻ സംഭവിച്ചപ്പോൾ വളരെയധികം താഴേക്ക് മാർക്കറ്റ് കൂപ്പുകുത്തി. ആ ഒരു സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഇതുപോലുള്ള കറക്ഷൻസിൻ്റെ റീസൺസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അത് ഇനി വരാനിരിക്കുന്ന കറക്ഷൻസിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കറക്ഷൻസിലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ എങ്ങനെ ഡിസിഷൻ എടുക്കണമെന്ന് ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇതുവരെ നമ്മൾ കണ്ടത് 2008 കറക്ഷനും അതിൻ്റെ റിക്കവറിയുമാണ്. ഞാൻ ഈ കഥ പറയുമ്പോൾ ഓൾറെഡി നിങ്ങളതിൻ്റെ റിക്കവറി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കിടക്കുന്നത് 2020 കൊറോണ കറക്ഷനിലേക്കാണ്. അതിൻ്റെ റീസൺസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാമാരി. മരുന്നില്ല, വാക്സിനില്ല. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയ മരണം പിന്നീട് വലിയ രീതിയിലേക്ക് മാറുന്നു. ശവശരീരങ്ങൾ അടക്കാൻ ശ്മശാനങ്ങളില്ല. JCB കൊണ്ടും മറ്റും കുഴിക്കുന്ന വലിയ കുഴികളിലേക്ക് ഒരുമിച്ച് ശവശരീരങ്ങൾ മൂടപ്പെടുന്നു. എന്നാൽ ആ ഒരു കറക്ഷന് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല. വളരെ ഫാസ്റ്റായിട്ട് 2 മാസം കൊണ്ട് കൂപ്പ് കുത്തിയ മാർക്കറ്റ്, ഏതാണ്ട് 40-45% ഇടിഞ്ഞ മാർക്കറ്റ് 3-ാം മാസം തൊട്ട് തിരിച്ചു കയറാൻ തുടങ്ങുകയും വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് 10 മാസത്തോളം മാർക്കറ്റ് എടുക്കുന്നുണ്ട്. ആ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു റാലി സമയത്താണ് ഇപ്പോൾ കാണുന്ന ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് വരുന്നത്. അവർ വലിയൊരു കറക്ഷൻ വിറ്റ്നസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നത്. കൊറോണ ക്രാഷിന് ശേഷം വന്ന ഇൻവെസ്റ്റേഴ്സ് കണ്ട റാലി മാസീവായിരുന്നു. ഒരുപാട് ക്യാഷ്, എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ലാഭം എന്ന രീതിയിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു അവർ. എന്നാൽ അവിടെയും ചുരുക്കം ഇൻവെസ്റ്റേഴ്സ് നഷ്ടം വരുത്തുന്നുണ്ടെങ്കിലും വലിയ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ കാലത്തുള്ള ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നടന്നിട്ടുള്ള കറക്ഷൻ പോലെ ഒരു വലിയ കറക്ഷൻ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇതുവരെ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നടക്കുന്നത് പോലെ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങും കൊറോണ കറക്ഷന് ശേഷം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പുള്ള കറക്ഷൻസ് കണ്ടിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അത്രയധികം പാനിക് ആകാത്തത് കാണാം. ഇതൊക്കെ വളരെ ചെറിയ കറക്ഷനായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പണ്ട് ഇടിഞ്ഞതുപോലെ 50% മറ്റും ഇടിയാനുള്ള ട്രിഗറുകളൊന്നും മാർക്കറ്റിൽ ഇപ്പോഴില്ല. ഇന്ത്യൻ മാർക്കറ്റ് മെയിനായിട്ടും 2-3 കാര്യങ്ങളിൽ വളരെ വീക്കാണ്. വേറെ പല റീസൺസ് ഉണ്ടെങ്കിലും ഈ 2-3 കാര്യങ്ങളാണ് മാർക്കറ്റിനെ ഇപ്പോൾ പുറകോട്ട് വലിക്കുന്നത്. FISൻ്റെ സെല്ലിങ്ങിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ റുപ്പിയുടെ പെട്ടെന്നുണ്ടായ ഡൗൺ ആണ്. ഡോളർ ശക്തി പ്രാപിക്കുകയും റുപ്പി വീക്കാകുകയും ചെയ്യുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും കിട്ടാനില്ല. ആ സമയം മാർക്കറ്റ് കറക്ഷൻ കൂടിയാണെങ്കിൽ നേട്ടത്തിന് പകരം വലിയ ലോസ് ആയിരിക്കും അവർക്കുണ്ടാകുക. അതുകൊണ്ടാണ് നിലവിൽ ഉള്ള പ്രോഫിറ്റ് അവർ എടുത്തുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മാറുന്നത്. ഈ ഒരു സിറ്റുവേഷൻ അടുത്ത 1.5 മാസം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോയിലുള്ള ലോസ് ബുക്ക് ചെയ്യുമ്പോൾ അവർ കൊടുക്കേണ്ട ടാക്സിൽ കുറവ് വരുന്നു. അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ വിൽക്കാതിരിക്കുകയാണ് എങ്കിൽ അവർക്ക് ടാക്സ് ലാഭിക്കാനായിട്ട് പറ്റുന്നു. കോടിക്കണക്കിന് രൂപ ഇതുപോലെ അവർക്ക് ലാഭിക്കാനായിട്ട് പറ്റുന്നു. അതുകൊണ്ട് അടുത്ത 1.5 മാസം ഈ പ്രക്രിയ തുടരാനാണ് സാധ്യത. എന്ന് വെച്ച് മാർക്കറ്റ് കയറില്ല എന്നല്ല, വിറ്റ് കയ്യിലുള്ള ക്യാഷ് ഇവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു.
അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഡിസ്കൗണ്ട് പ്രൈസിൽ അവരുദ്ദേശിക്കുന്ന സ്റ്റോക്കുകളും ഇൻഡെക്സുകളും അവർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. പിന്നീട് മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്തു പോകുമ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ ഒരിക്കലും നമ്മൾ കാണാനായിട്ട് സാധ്യതയുമില്ല. മാർക്കറ്റിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ ജേർണിയാണ് നിങ്ങൾ ഈ ഗ്രാഫിലൂടെ കണ്ടത്. ഇവിടെ ഒന്നും തന്നെ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോയിലേക്ക് മാർക്കറ്റ് പിന്നീട് എത്തുന്നില്ല. അതായത് മേജർ കറക്ഷന് ശേഷം ഒരു 50% ലോയിലേക്ക് മാർക്കറ്റ് പോകുന്നു, അല്ലെങ്കിൽ ഒരു കറക്ഷൻ വരുന്നു, അവിടെ ക്രിയേറ്റ് ചെയ്ത ലോ പിന്നീട് ഒരിക്കലും മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെയാണ് ഇന്ന് വരെ ഉണ്ടായ ജേണി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര ശതമാനം കറക്റ്റ് ചെയ്യുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ലോകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് ഇതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കറക്ഷൻ വന്നപ്പോൾ അവർ മുകളിൽ വിൽക്കുന്നു, താഴെ നിന്ന് വാങ്ങിക്കൂട്ടുന്നു, പിന്നീട് അത് ഒരിക്കലും അവർക്ക് വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. റീറ്റെയിലേഴ്സ് പാനിക്കാകുന്ന ഈ സമയത്തും ഇങ്ങനെയുള്ള മൈൽ സ്റ്റോണുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളറിയാതെ. കുറേ നാൾ കഴിയുമ്പോൾ മാർക്കറ്റിൽ ഈ സെല്ലിംഗ് പ്രഷർ കുറയുകയും മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യും. ആ സമയത്ത് ആർക്കും മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. കാരണം വീക്ക് ഹാൻഡ്സൊക്കെ എപ്പോഴേ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടാവും. രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഒരു മെയിൻ റീസൺ ആണെങ്കിൽ മറ്റൊരു വലിയ റീസൺ GDP ഗ്രോത്ത് കുറഞ്ഞതാണ്. എല്ലാ ക്വാർട്ടറിലും അല്ലെങ്കിൽ എല്ലാ വർഷവും കൺസിസ്റ്റൻ്റായിട്ട് GDP ഗ്രോത്ത് ഒന്നും ഒരു രാജ്യത്തിനും നിലനിർത്താൻ സാധിക്കുകയില്ല. ഇന്ത്യയുടെ GDP ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് റിക്കവർ ചെയ്യാനുള്ള, തിരിച്ചു കൊണ്ടുവരാനുള്ള ആക്ഷൻസ് ഗവൺമെൻറ് എടുത്തു തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേ നമുക്ക് കിട്ടൂ. GDP ഗ്രോത്ത് കുറഞ്ഞു എന്നതുകൊണ്ട് പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് മെജോറിറ്റിയുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് അത്രയധികം ആകുലപ്പെടേണ്ടതില്ല. അടുത്ത റീസൺ ഏണിങ്സിലുള്ള കുറവാണ്. പല കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ കോർപ്പറേറ്റ് ഏണിങ്സിൽ ഡ്രോപ്പ് ഉണ്ടായത് സത്യമാണ്. ഇത് ഈ പറയുന്ന പോലെ എല്ലാ കാലത്തും ഈ ഡ്രോപ്പിൽ പോകുമൊന്നുമില്ല. Q2 റിസൾട്ടിനെ അപേക്ഷിച്ച് Q3 കുറച്ചും കൂടെ ബെറ്ററാണ് എന്ന് പറയാം. -1, -2, -3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു 0 വരുന്നത് പോസിറ്റീവായിട്ട് കണക്കാക്കും. തുടർച്ചയായി ലോസ് ബുക്ക് ചെയ്യുന്ന കമ്പനി, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒന്നും മേക്ക് ചെയ്യാതെ ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റിസൾട്ടിൽ ലോസ് ഒന്നും ഇല്ല എന്നുള്ളത് പോസിറ്റീവ് ന്യൂസായിട്ട് മാർക്കറ്റ് കണക്കാക്കും. എന്തായാലും ഇത്രയും വലിയ മാർക്കറ്റിൻ്റെ ജേണി കണ്ട നിങ്ങൾക്ക്, മാർക്കറ്റിൻ്റെ കയറ്റിറക്കങ്ങളും കാര്യങ്ങളും മനസ്സിലായ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിൻ്റെ അപ്പുറം മറ്റൊന്നിനും നമ്മളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കില്ല. ഈ വീഡിയോ കാണുന്നത് വഴി മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഏകദേശം മനസ്സിലാക്കുകയും ഉചിതമായ ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ ക്യാപ്പബിൾ ആക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാനിക്കായിട്ട് സെല്ല് ചെയ്ത് മാറുകയല്ല ഈ സമയത്ത് ചെയ്യേണ്ടത്, മറിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ മറ്റുള്ളവർ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ അൾട്ടിമേറ്റായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം മാർക്കറ്റ് അതുപോലുള്ള ഒരു ഉപകരണമാണ്. എല്ലാവർക്കും ഫേവറബിളായിട്ടല്ല മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. ക്ഷമ കുറഞ്ഞവരിൽ നിന്ന് ക്ഷമ കൂടിയവരിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മീഡിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ക്ഷമ കൂടിയവരുടെ എണ്ണം കൂടുമ്പോൾ മാർക്കറ്റിൻ്റെ കറക്ഷൻ്റെ പീരീഡും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ക്ഷമ കുറഞ്ഞവർ കൂടുതൽ ഉള്ളതാണ് ഫ്യൂച്ചറിലേക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആ ക്ഷമ കുറഞ്ഞ ആൾക്കാർ ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഒരുപാട് മാർക്കറ്റിൽ കയറി പറ്റിയിട്ടുണ്ട്. അവരുടെ പാനിക് മർമർസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരവസാനമുണ്ടാകും. അതിനുശേഷം മുകളിലേക്ക് കുതിക്കുന്ന മാർക്കറ്റിനെ തടഞ്ഞു നിർത്താൻ ഈ പറയുന്ന ക്ഷമ കുറഞ്ഞവർ മാർക്കറ്റിലും ഉണ്ടായിരിക്കുകയില്ല. വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു വെൽത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിഷ്ടമുള്ള കണ്ടൻറ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിനകം തന്നെ മാർക്കറ്റിൻ്റെ 3 ഡയറക്ഷൻസിൽ, അപ്പ്, ഡൗണ്, സൈഡ് വേസ്, ഇതിൽ ഏത് ഡയറക്ഷൻസിൽ മാർക്കറ്റ് ഉള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഫ്യൂച്ചറിൽ കൂടുതൽ ലാഭം നേടിത്തരാൻ സാധിക്കുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ ഒരു വീഡിയോയിലൂടെ മാർക്കറ്റ് എപ്പോൾ തിരിച്ചു കയറുമെന്നുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ, ഏപ്രിലാണ് പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ മുതൽ മാർക്കറ്റിൽ ഒരു ഫ്രഷ് റാലി സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ്.
ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക.